അൽഹംദുലില്ലാ കാസർഗോഡ് കേരളയാത്രയുടെ തുടക്കം, ആരംഭം, സജ്ജീകരണങ്ങൾ, സൗകര്യങ്ങൾ, ഓഫീസ് കാണാൻ വേണ്ടി വന്നപ്പം വളരെ ആവേശവും സന്തോഷം തുടങ്ങി. കാസർഗോഡ് എന്നും നമ്പർ 1 ആയിരിക്കും. അനുഭവങ്ങൾ അങ്ങനെയാണ്. സ്വീകരണ സ്ഥലം വിശാലമായ സ്ഥലമാണ്. എത്ര ലക്ഷങ്ങൾ വന്നാലും ഉൾക്കൊള്ളാൻ പറ്റിയ എല്ലാ പാർക്കിംഗ് സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി. തിരുവനന്തപുരത്ത് സമാപനത്തിനുണ്ടായ സ്റ്റേജിൻ്റെ സജ്ജീകരണങ്ങളാണ് ഇവിടെ തുടക്കത്തിൽ തന്നെ ഒരുക്കി തയ്യാറാക്കുന്നത്. കഴിഞ്ഞ കേരള യാത്രക്ക് തിരുവനന്തപുരത്ത് ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിൽ ഏതൊരു സ്റ്റേജാണോ അതേ വലുപ്പത്തിലും രൂപത്തിലും ശൈലിയിലുമാണ് അൽഹംദുലില്ലാ കാസർഗോഡ് തുടക്കത്തിൽ തന്നെ. അൽഹംദുലില്ലാ സദഖ ഫണ്ടിലും ഇപ്പോൾ ലഭ്യമായ വിവരമനുസരിച്ച് നമ്പർ 1 കാസർഗോഡ് ജില്ലയാണ്. അൽഹംദുലില്ലാ 1 ലക്ഷത്തിൽ ചുരുങ്ങി ആരും നൽകിയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. മാത്രമല്ല 10 ലക്ഷം നൽകിയവരും 5 ലക്ഷം നൽകിയവരും 3 ലക്ഷം നൽകിയവരും ഒക്കെയുണ്ട് നമ്മുടെ കാസർഗോഡ് ജില്ല. ഇതാ അഷക്കത്തിൽ വിദായ അഷക്കത്തിൽ നിഹായ. തുടക്കം നന്നായാൽ ഒടുക്കം എന്നും നന്നാകും. ഇത് കണ്ട് എന്തായിരുന്നാലും കണ്ണൂർ ജില്ല ഇതിനേക്കാൾ വളരെ മുമ്പിലാകാൻ ശ്രമിക്കും. കോഴിക്കോട് ജില്ലയ്ക്ക് പിന്നെ ഒതുങ്ങി നിൽക്കാൻ എന്തായാലും പറ്റുമല്ലോ. മലപ്പുറം ജില്ലയാണ് ഏറ്റവും കൂടുതൽ മെമ്പർമാരുള്ള. അങ്ങനെ ഓരോ ജില്ലകളും പരസ്പരം മത്സരിച്ച് അതിഗംഭീരമായി നമ്മുടെ ഇൻഷാ അല്ലാഹ് തുടക്കം 17 വരെയും ഇനി പ്രവർത്തകർക്ക് വിഷമങ്ങളില്ലാത്ത പ്രവർത്തകർ എണ്ണയിട്ട യന്ത്രം പോലെ സദാസമയത്തും പ്രവർത്തനത്തിന് പാതിരാ സമയങ്ങളിൽ കൊടും തണുപ്പത്ത് ചൂട് പിടിപ്പിച്ചൊക്കെ ചപ്പ് ചവറുകൾ ചൂടാക്കി കത്തിച്ചൊക്കെയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. 60-70 വയസ്സായ കാരണവന്മാരൊക്കെയാണ് നോട്ടീസ് ഒട്ടിക്കാനും വാൾ പോസ്റ്ററും ബാനറിനുമൊക്കെ. പ്രവർത്തകർ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ആവേശമുള്ളൊരു സമയമാണ്. എല്ലാവരും സടകുടഞ്ഞ് എഴുന്നേറ്റ് സജീവമാകുക, ശക്തിയായി പ്രവർത്തിക്കുക. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് നൂറുൽ ഉലമ MA ഉസ്താദ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക നേതാക്കളിൽ നിന്ന് ആ പതാക സ്വീകരിച്ച് ഏറ്റവും അവസാനം വിട പറഞ്ഞ നേതൃത്വം നൂറുൽ ഉലമയാണ്. ആ നൂറുൽ ഉലമയുടെ MA ഉസ്താദിന്റെ നേതൃത്വത്തിലാണ് നഗറിലാണ് നമ്മുടെ ഈ പരിപാടി നടക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്രത്തിൽ 50 കൊല്ലത്തിൽ അരനൂറ്റാണ്ടിലേറെ നേതൃത്വം നൽകിയ ഒരേ ഒരു പണ്ഡിതൻ മഹാനായ സുൽത്താൻ കാന്തപുരം ഉസ്താദ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയാണ് ഈ യാത്രക്ക് നേതൃത്വം നൽകുന്നത്. എന്തുകൊണ്ടും വേറിട്ട് നിൽക്കുന്ന, എന്തുകൊണ്ടും മനുഷ്യ മനസ്സുകളിൽ നിന്ന് മായാത്ത ഒരു യാത്ര, മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ എല്ലാവിധ അഭിവൃദ്ധിയും പുരോഗതിയും നേടി ആ നേതൃത്വത്തിന് കീഴിൽ നമുക്ക് ദീർഘകാലം ജീവിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്.